ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ ഏപ്രിൽ 16 വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരുന്നു സിവിൽ സർവീസ് പരീക്ഷ എഴുതിയവർക്ക്. ഇന്നലെയായിരുന്നു ഫലപ്രഖ്യാപനം. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് 1ാം റാങ്ക് നേടിയിട്ടുള്ളത് ആദിത്യ ശ്രീവാസ്തവയാണ്. ലക്നൗ സ്വദേശിയായിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവ 2023 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. രണ്ടാമത്തെ റാങ്ക് നേടിയിട്ടുള്ളത് അനിമേഷ് പ്രധാൻ, ഒഡീഷ സ്വദേശിയായിട്ടുള്ള അനിമേഷ് പ്രധാൻ. ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഡൊനേറു അനന്യ റെഡ്ഡിയാണ് 3ാം സ്ഥാനത്ത്. ലക്നൗ സ്വദേശിയായിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവ IIT കാൺപൂർ നിന്നാണ് ബിടെക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവയാണ് 2023 UPSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ളത്. 2023 UPSC പരീക്ഷയിൽ 1016 പേരാണ് പാസ്സായിട്ടുള്ളത്. ഇതിൽ 664 ആൺകുട്ടികളും 352 പെൺകുട്ടികളുമാണ് പാസ്സായിട്ടുള്ളത്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. 1ാം റാങ്ക് നേടിയിട്ടുള്ള ആദിത്യ ശ്രീവാസ്തവ പറഞ്ഞൊരു കാര്യമാണ്, കൺസിസ്റ്റൻസിയാണ് അദ്ദേഹത്തെ 1ാം റാങ്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം, അതായത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഏതൊരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ വിജയത്തിലേക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കും. ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് 4ാം റാങ്ക് നേടിയത് ആരാണ്? സിദ്ധാർത്ഥ് രാംകുമാർ. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷ ഇന്നലെ ഫലം പ്രഖ്യാപിച്ചു. ഇതിൽ ഫസ്റ്റ് റാങ്ക് ആദിത്യ ശ്രീവാസ്തവ, സെക്കൻഡ് അനിമേഷ് പ്രധാൻ, മൂന്നാമത്തേത് ഡൊനേറു അനന്യ റെഡ്ഡി ആണെങ്കിൽ 4ാമത്തെ റാങ്ക് നേടിയിട്ടുള്ളത് കേരളത്തിലെ എറണാകുളം സ്വദേശിയായിട്ടുള്ള സിദ്ധാർത്ഥ് രാംകുമാർ ആണ്. ഇപ്പോൾ ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്ന് IPS ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് രാംകുമാർ. അതായത് UPSC പരീക്ഷ പാസ്സായതിനു ശേഷം IPS ട്രെയിനിങ് ഇത് നൽകുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി ഹൈദരാബാദാണ്. കൂടാതെ നിരവധി പേരാണ് കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സരിക AK. കോഴിക്കോട് വടകരയിലുള്ള സരിക AK സെറിബ്രൽ പാൾസി എന്ന അസുഖം ബാധിച്ച് വീൽ ചെയറിലാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിക്കാൻ പോകുന്ന ആദ്യത്തെ സെറിബ്രൽ പാൾസി എന്ന ബാധിച്ചിട്ടുള്ള പെൺകുട്ടിയായിരിക്കുള്ളൂ സരിക AK. ഇവിടെയും ഡിറ്റർമിനേഷനാണ്, അതായത് ഒരു കടുത്തൊരു തീരുമാനമാണ് സരിക AKയും ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. എമർജിംഗ് ടെക്നോളജി ആൻഡ് ചലഞ്ചസ് ഫോർ എക്സോസ്കെൽട്ടൻ എന്ന വിഷയത്തിൽ ആദ്യ അന്താരാഷ്ട്ര ശില്പശാല ഏത് സംഘടനയാണ് സംഘടിപ്പിച്ചത്? DRDO. എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചലഞ്ചസ് ഫോർ എക്സോസ്കെൽട്ടൻ എന്നൊരു ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ്, ഇതിൽ ആദ്യത്തെ ഒരു വർക്ക്ഷോപ്പ് ആണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലാബോറട്ടറിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുള്ളത്. എക്സോസ്കെൽട്ടൻ എന്നാൽ പ്രത്യേകിച്ച് നമുക്ക് ജീവികളിൽ അവരെ സംരക്ഷിക്കുന്ന പുറന്തോട്, അതുപോലെ തന്നെ ആസ്ട്രോനോട്ട്സിനാണെങ്കിൽ അവരെ സ്പേസിൽ ഹെൽത്തി ആക്കുന്ന രീതിയിലുള്ള ഒന്നാണ് എക്സോസ്കെൽട്ടൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ആദ്യമായിട്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ളത്. ഈ വർക്ക്ഷോപ്പിന്റെ പേരാണ് എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചലഞ്ചസ് ഫോർ എക്സോസ്കെൽട്ടൻ. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ സമീർ V കമ്മത്താണ്. 2024 ദേശീയ സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെ പേര് ഏക്ത ബിഷ്ണോയ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായ് ഇതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആണ് ഏക്ത ബിഷ്ണോയ്. 50ാമത്തെ വയസ്സിലും തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഏക്ത ബിഷ്ണോയ്. ഈ പ്രാവശ്യത്തെ നാഷണൽ സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ഹൈദരാബാദിൽ വെച്ചാണ്. ഇതിൽ 165 കിലോഗ്രാം ഭാരം ഉയർത്തിക്കൊണ്ട് സിൽവർ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഏക്ത ബിഷ്ണോയ്, അതും 50ാമത്തെ വയസ്സിൽ. ഒപ്പം തന്നെ മാസ്റ്റർ 2 കാറ്റഗറിയിൽ എല്ലാ റെക്കോർഡും ഭേദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഏക്ത ബിഷ്ണോയ്. ഏക്ത ബിഷ്ണോയ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആണ്. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് 70 നിലകളുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ ഒരു ക്ഷേത്രം വരികയാണ്. 80 മില്യൺ, അതായത് 668.64 കോടി രൂപ മുടക്കിക്കൊണ്ട് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ
വൃന്ദാവൻ ഹെറിറ്റേജ് ടവർ അല്ലെങ്കിൽ വൃന്ദാവൻ ചന്ദ്രോദയ മന്ദിർ എന്ന പേരിൽ ഒരു ക്ഷേത്രം വരികയാണ്. ഇതിന് 210 മീറ്റർ ഉയരമാണുള്ളത്. അതായത് 70 നിലകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ വരാൻ പോകുന്നത്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരായിരിക്കും? സഞ്ജന സാങ്കി. വളർന്നു വരുന്ന യുവ ബോളിവുഡ് താരവും UNDP യൂത്ത് ചാമ്പ്യനുമായിട്ടുള്ള സഞ്ജന സാങ്കി ആയിരിക്കും സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള സഞ്ജന സാങ്കിയാണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ഇന്ത്യ എന്ന ഈ ഓർഗനൈസേഷൻ ISROയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അവർക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുക എന്നിവയാണ് സ്പേസ് ഇന്ത്യ എന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം. 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 9 മെഡലുകൾ. 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 16 അവസാനിച്ചു. ഈ മത്സരം നടന്നിട്ടുള്ളത് കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ വെച്ചാണ്. ഇതിൽ ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ പോലും നേടാൻ സാധിച്ചില്ല. ഇന്ത്യ ഇതിൽ 4 വെള്ളിയും 5 ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് 30 റെസ്ലേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ ഇന്ത്യക്ക് 9 മെഡൽ ആണ് ലഭിച്ചിട്ടുള്ളത്. ഇനി കേവലം 100 ദിവസം മാത്രം അവശേഷിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ റെസ്ലിംഗ് എന്ന വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു വ്യക്തി മാത്രമേ ക്വാളിഫൈ ആയിട്ടുള്ളൂ. അത് അന്തിം പങ്കാൽ ആണ്. 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 53 കിലോഗ്രാമിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള താരമാണ് അന്തിം പങ്കാൽ. അരുണാചൽ പ്രദേശിലെ ഏത് ഗോത്രക്കാരാണ് ലോങ്തേ ഉത്സവം ആഘോഷിക്കുന്നത്? നിഷി ട്രൈബ്. 2024 ഏപ്രിൽ 15 അരുണാചൽ പ്രദേശിലെ നിഷി കമ്മ്യൂണിറ്റി ലോങ്തേ ഫെസ്റ്റിവൽ ആഘോഷിച്ചു. നിഷി കമ്മ്യൂണിറ്റി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു ഫെസ്റ്റിവൽ ആണ് ലോങ്തേ ഫെസ്റ്റിവൽ. ഇത് അരുണാചൽ പ്രദേശിലാണ്. മൃഗബലി നൽകിയിരുന്ന ഒരു ഗോത്രമാണ് നിഷി ഗോത്രം. എന്നാൽ ആ ഒരു ചടങ്ങ് മാറ്റിക്കൊണ്ട്, അതായത് മൃഗബലി നിർത്തുകയും ഇപ്പോൾ തൂവലും മുളയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നലെ ഏപ്രിൽ 16 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നിലവിലെ ഡയറക്ടർ ആരാണ്? ഇതിന്റെ ഉത്തരം പ്രവീൺ സൂദ് ആണ് CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അനുരാഗ് കുമാർ CBIയുടെ ജോയിന്റ് ഡയറക്ടർ ആയിട്ട് ചുമതലയേറ്റെടുത്തു. DP കോഹ്ലി CBIയുടെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് 4ാം റാങ്ക് നേടിയത് ആരാണ്? സിദ്ധാർത്ഥ് രാംകുമാർ. 2023 സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത് ആരാണ്? ആദിത്യ ശ്രീവാസ്തവ. എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചലഞ്ചസ് ഫോർ എക്സോസ്കെൽട്ടൻ എന്ന വിഷയത്തിൽ ആദ്യ അന്താരാഷ്ട്ര ശില്പശാല ഏത് സംഘടനയാണ് സംഘടിപ്പിച്ചത്? DRDO. 2024 ദേശീയ സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെ പേര് ഏക്ത ബിഷ്ണോയ്. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് 70 നിലകളുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരായിരിക്കും? സഞ്ജന സാങ്കി. 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 9 മെഡലുകൾ. അരുണാചൽ പ്രദേശിലെ ഏത് ഗോത്രക്കാരാണ് ലോങ്തേ ഉത്സവം ആഘോഷിക്കുന്നത്? നിഷി ഗോത്രം. ഇന്ന് ഏപ്രിൽ 17 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബിൻ ബോറോഡ് ഫ്രം വിച്ച് കൺട്രി? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഓരോ പത്രങ്ങളിലും വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.